സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ഇന്ന് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയില്ല. കേന്ദ്ര തൊഴിൽ നിയമം പൊളിച്ചെഴുതുന്നതിൽ പ്രതിഷേധിച്ചാണ് BMS ഒഴികെയുള്ള തൊഴിലാളി യൂണിയനുകൾ ഇന്നലെ അർദ്ധരാത്രി മുതൽ 48 മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചത്. സാധാരണ രാവിലെ 9 മണിയോടെ സെക്രട്ടേറിയറ്റിലെ സൗത്ത് ബ്ലോക്കിലെ ഓഫീസിലെത്താറുള്ള മുഖ്യമന്ത്രി ഇന്ന് ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ കഴിയുകയാണ്. മന്ത്രിമാരും 10 മണി കഴിഞ്ഞിട്ടും ഓഫീസുകളിലെത്തിയിട്ടില്ല. പണിമുടക്ക് പെട്ടെന്ന് പ്രഖ്യാപിച്ചതല്ലെന്നും മാസങ്ങളായി ഇതിന്റെ പ്രചരണങ്ങളും മറ്റും തുടങ്ങിയിട്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില നന്നേ കുറവാണ്. സാധാരണ ഇടതു യൂണിയനോ വലതു യൂണിയനോ ജോലിക്കെത്തുകയാണ് പതിവ്. എന്നാൽ ഇരുവരും ഒരുമിച്ച് നടത്തുന്ന പണിമുടക്കായതിനാലാണ് സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാരും എത്താത്തത്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഔദ്യോഗിക വസതികളിലിരുന്നാണ് അത്യാവശ്യം വേണ്ട ഫയലുകളും മറ്റു കാര്യങ്ങളും പരിശോധിക്കുക. വകുപ്പ് സെക്രട്ടറിമാരും ഇന്ന് ഓഫീസുകളിൽ എത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ബാങ്ക്, ഇൻഷുറൻസ്, BSNL മേഖലകളിലെ ഒരു വിഭാഗം ജീവനക്കാരും സമരത്തിലാണ്. അതിനാൽ ഓഫീസുകൾ തുറന്നെങ്കിലും ജീവനക്കാർ വിരളമാണ്. BMS യൂണിയന്റെ പോഷക സംഘടനകളിൽപ്പെട്ട ജീവനക്കാർ മാത്രമാണ് ഓഫീസുകളിലെത്തിയത്. ചെറുകിട വ്യാപാരികളെ ബാധിക്കുന്ന GST ഉൾപ്പെടെയുള്ള കേന്ദ്ര നടപടിക്കെതിരെ സഹകരിക്കണമെന്ന് യൂണിയനുകൾ വ്യാപാരികളോട് അഭ്യർത്ഥിച്ചെങ്കിലും ചിലയിടങ്ങളിൽ കടകൾ തുറന്നു പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.